ഹായ്, 4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1530 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും ആ വീട് നിർമ്മിക്കുന്നതിനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഞാൻ ഹനീഫ്, അനുഗ്രാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാനും അതിന്റെ 2D പ്ലാനുകളും ഒന്ന് കാണാം. അതിനുശേഷം നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് കിച്ചൺ, ഒരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 810 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഏരിയ വരുന്നത്. ഭാഗത്തായിട്ടൊരു പോർച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട്. 432 290 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയ കാണുന്നത്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. 340 360 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം വരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 720 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 340 360 സെന്റിമീറ്റർ എന്ന അളവിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. 270 290 സെന്റിമീറ്റർ എന്ന അളവിൽ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്ക് ഇനി വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നുള്ളത് നോക്കാം. ഇത് വളരെ ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. നമ്മളുടെ ലൊക്കേഷൻ, അതുപോലെ സൈറ്റ് കണ്ടീഷൻ, ഇതൊക്കെ അനുസരിച്ച് കോസ്റ്റ്ലി ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ വില മാറുന്നതിനനുസരിച്ചും ഈ ഒരു റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എങ്കിലും ഒരു ബജറ്റഡ് ആയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ എർത്ത് വർക്ക് 14,000 രൂപ വരുന്നുണ്ട്. കരിങ്കല്ലിന്റെ വർക്ക് 1,49,000 രൂപ. ബെൽറ്റ് കോൺക്രീറ്റ് 96,000 രൂപ. അങ്ങനെ 2,60,000 രൂപയാണ് ഫൗണ്ടേഷന് ബെൽറ്റ് വരെ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് വരുന്ന എർത്ത് ഫില്ലിങ് 51,000 രൂപ. സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഇവിടെ ഒഴിവാക്കാവുന്നതാണ്. PCC ഫ്ലോറിങ്, ഫ്ലോർ കോൺക്രീറ്റിങ് 47,000 രൂപ. ബ്രിക്ക് വർക്ക് 4,63,000 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 1,81,000 രൂപ. റൂഫ് സ്ലാബ് 4,27,000 രൂപ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 14,31,000 രൂപയോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്ററിങ് 3,12,000, പെയിന്റിങ് 2,48,000, ടൈൽ വർക്ക് 3,32,000, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 3 ലക്ഷം, ഡോർസ് ആൻഡ് വിൻഡോസ് 3,60,000. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയോളം മറ്റ് ചെലവുകൾക്കായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകെ 30,86,000 രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കിടക്കുകയാണെങ്കിൽ 2,017 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഈ ഒരു റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ബജറ്റായിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെറ്റീരിയൽസിന്റെ വില മാറുന്നതിനനുസരിച്ചൊക്കെ റേറ്റിൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. കുറച്ച് മാസങ്ങളായിട്ട് നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ ചാർജും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ്.